എൻ്റെ പേര് നിഷ എന്നാണ്. ഞാൻ ട്രസ്റ്റ്ബേയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം. ഞാൻ ഇതിന് മുമ്പ് ഒരു ബിസിനസ് ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് സാലറി കിട്ടുന്നു എങ്കിലും ഒരു രൂപ പോലും എനിക്കത് സേവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 1-ാം തീയതി കഴിഞ്ഞു, സാലറി വന്നു. അടുത്ത ദിവസം മുതൽ ഞാൻ പിന്നെയും ആരുടെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു മാരേജൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ മൊത്തത്തിൽ ഞാൻ ഹൗസ് വൈഫായിട്ടങ്ങ് മാറി. അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴ് ഇത് അമ്മയ്ക്കും വീട്ടുകാർക്ക് അനിയത്തിമാരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിലും ചേട്ടനെ തന്നെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഓരോരോ ആവശ്യങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് എനിക്കിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഞാൻ ജോലിക്ക് ശ്രമിച്ചു. അങ്ങനെ ഞാനിവിടെ ട്രസ്റ്റ്ബേയിൽ എത്തിയത്. ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ക്യാഷ് എങ്ങനെ സേവ് ചെയ്യണം, അത് ഏതൊക്കെ രീതിയിൽ സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിലൂടെ എനിക്കിപ്പോൾ ഒരു SIP ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് എല്ലാ മന്തും ഇത്ര രൂപ എൻ്റെ സാലറിയിൽ നിന്ന് ഇത്ര രൂപ നിശ്ചിതമായിട്ടൊരു എമൗണ്ട് എല്ലാ മന്തും അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സേവിങ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കിനി വിത്ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കാരണം എനിക്കിപ്പോൾ എല്ലാ മാസവും ഈ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് ആകും, എങ്ങനെ ചിലവാക്കണം എന്നൊരു ഐഡിയ നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഫുള്ളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പൗലോ കൊയ്ലോയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഏതൊരു സ്ത്രീക്കും നമുക്ക് സാമ്പത്തിക അച്ചടക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റും. പൗലോ കൊയ്ലോയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഏതൊരു സ്ത്രീക്കും ഉന്നതങ്ങളിൽ എത്തണമെങ്കിൽ സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരിക്കേണ്ടതാണ്.